നമസ്കാരം. നമുക്കെല്ലാവർക്കും കണ്ട് നല്ല പരിചയമുള്ളവരാണെങ്കിലും കൂടുതലായിട്ട് അവയെ പറ്റിയിട്ട് അറിയാത്ത ഒരു ജീവി കൂടിയാണ് തവള. നഴ്സറി ചിത്രകഥാപുസ്തകങ്ങളിൽ മഴയത്ത് വർണ്ണക്കൂണിനടിയിൽ കുടചൂടി എന്നതുപോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ താമരയിലയിൽ കണ്ണുരുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളുടെ ഇഷ്ട കഥാപാത്രം. ചിലർക്കൊക്കെ ചെറിയ അറപ്പുണ്ടെങ്കിലും പൊതുവെ ആർക്കും അത്ര വെറുപ്പൊന്നും ഇല്ലാത്ത ഒരു ജീവിയാണ് തവള. അതുപോലെ തന്നെ അതിന് പേടിയുമില്ല. ഒന്നാമത് അതൊരു പാപമാണ്, ആരെയും ഉപദ്രവിക്കാത്ത സാധു ജീവിയാണെന്ന് നമുക്കെല്ലാം അറിയാം. കടിക്കാനോ കുത്താനോ ഒന്നും കഴിയാതെ രക്ഷപ്പെടാനായിട്ട് ചാടാൻ മാത്രം കഴിയുന്ന ഒരു സാത്വിക ജീവി. ആ ഉന്തിത്തള്ളി നിൽക്കുന്ന കണ്ണിൽ എപ്പോഴും ഒരു വിഷാദത്തിൻ്റെയോ ഭയത്തിൻ്റെയോ അമ്പരപ്പിൻ്റെയോ ഒക്കെ ആർദ്രമായിട്ടുള്ള ഒരു തിളക്കമാണ് ഞാനെപ്പോഴും കാണാറ്. സ്കൂളിൽ നമ്മൾ തവളകൾ ഒരു ഉഭയജീവിയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ എന്നാണ് വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ അതിൻ്റെ നിർവചനം. എന്നാൽ ആംഫിബിയൻ എന്നത് ഇത്ര ലളിതമായിട്ടുള്ളൊരു നിർവചനത്തിൽ ഒതുങ്ങില്ല. അത് തവളകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പല്ല. അതിൽ നമ്മൾ കുരുടിപ്പാമ്പുകൾ എന്ന് തെറ്റായിട്ട് വിളിക്കുന്ന കുരുടികളും അതുപോലെ തന്നെ സലമാൻഡറുകളും ഉൾപ്പെടും. അതായത് അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസമുള്ള ജീവികൾ. ചിലതിന് കുഞ്ഞുങ്ങൾക്ക് വാലുണ്ടാവും, വലുതാവുമ്പോൾ വാലില്ലാതാവും. ചിലതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പാണെന്ന് അല്ലെങ്കിൽ വിരയാണെന്ന് തോന്നും. സലമാൻഡറുകളെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു തരം പല്ലിയോ അരണയോ ആണെന്ന് തോന്നും. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള സിക്കിമിലും മണിപ്പൂരിലുമൊക്കെയാണ് സലമാൻഡറുകൾ ഉള്ളത്. കൂടാതെ പശ്ചിമ ബംഗാളിലെ ഡാർജിലിങ്ങിന് അടുത്തുള്ള സിംഗാലില നാഷണൽ പാർക്കിലും അതിന് സമീപ പ്രദേശങ്ങളിലുമൊക്കെ സലമാൻഡറുകളുണ്ട്. സിംഗാലില നാഷണൽ പാർക്കിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ കൊച്ചു പട്ടണമായിട്ടുള്ള മനേബജാങ്ങിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ചേർന്നിട്ട് ഒരു കുഞ്ഞു കുളമുണ്ട്. അവിടെയുള്ള ഹോട്ടലുകളിലെയും വീടുകളിൽ നിന്നൊക്കെ വരുന്ന അഴുക്കുവെള്ളം പോലും ആ കുളത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. വളരെ ചെറിയൊരു കുളം. ഹിമാലയൻ സലമാൻഡർ എന്നൊക്കെ പേരുള്ള ടൈലോടോട്രിട്രോൺ വെറുക്കോസസ് എന്ന ശാസ്ത്രനാമമുള്ള സലമാൻഡർ അവിടെ ഉണ്ട്. അതിനെ കാണാനായിട്ട് ഒരു വർഷം മുമ്പ് ഞാനിവിടെ പോയിരുന്നു. പക്ഷേ എത്രയോ സമയം ശ്രമിച്ചിട്ടും അതിനെ ഒന്ന് കണ്ടു കിട്ടാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ പോകുമ്പോൾ ചിലപ്പോൾ ആ കുളം അവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ വളരെ സങ്കീർണവും രസകരവുമാണ് ഈ ആംഫിബിയനുകളുടെ ജീവിതം എന്നത്. നമ്മുടെ തവളയുടെ കാര്യത്തിൽ തള്ളി ഉന്തി നിൽക്കുന്ന കണ്ണും അണ്ണാക്കിൻ്റെ മുന്നറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന പുറത്തേക്ക് നീട്ടാൻ പറ്റുന്ന നാവും വളരെ നീളത്തിലേക്ക് ചാടാൻ പറ്റുന്ന കാലുമൊക്കെയാണല്ലോ ഇവരുടെ പ്രത്യേകതകൾ. അപ്പോൾ തവളകളുടെ വിശാലമായിട്ടുള്ള ലോകത്തേക്കാകട്ടെ ഈ വീഡിയോയിലെ യാത്ര. കുഞ്ഞിൽ വാലുമായിട്ട് വാൽമാക്രിയായിട്ട് വെള്ളത്തിലുള്ള ജീവിതം, പിന്നീട് കരയിൽ വാലില്ലാത്ത ജീവിതം, എപ്പോൾ വേണമെങ്കിലും ചക്ഷുശ്രവണ ഗളസ്തമാം എന്ന അവസ്ഥയിലെത്താവുന്നത്, അതായത് പാമ്പിൻ്റെ വായിലെത്താവുന്ന ഒരവസ്ഥയിലാണ് ഇവരുടെയൊക്കെ ജീവിതം. ബഹുഭൂരിപക്ഷം തവളകളും ആയുസെത്തിയല്ല ഒടുങ്ങുന്നത്, അതിനു മുമ്പ് ആരുടെയൊക്കെയോ ഭക്ഷണമായിട്ട് മാറും. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്നാണ് എഴുത്തച്ഛൻ കളിയാക്കിക്കൊണ്ട് നമ്മുടെ തവളയെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയും അത് മുന്നിലൂടെ പോകുന്ന ഒരു പ്രാണിയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നാവ് നീട്ടി ഭക്ഷണത്തിനായിട്ട് ശ്രമിക്കും എന്ന്. അതുപോലെ തവള കരഞ്ഞാൽ മഴ പെയ്യില്ല എന്നുള്ള ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട്. അവിടെയും തവളയെ ഒരു നിസാരക്കാരനായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെയാണ് കിണറ്റിലെ തവള എന്നുള്ള ഒരു പ്രയോഗം കൂടി. തനിക്ക് ചുറ്റുമുള്ള ഇട്ടാവട്ടം മാത്രം പരിചയമുള്ള, ഭൂമിയിലെ മറ്റു കാര്യങ്ങളൊന്നും അറിയാത്ത, ഒട്ടും ലോകപരിചയം ഇല്ലാത്ത ഒരാളെ സൂചിപ്പിക്കാനാണ് എപ്പോഴും കിണറ്റിലെ തവള അല്ലെങ്കിൽ കൂപമണ്ടൂകം എന്ന് നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ തവളക്ക് അത് കിടക്കുന്ന കിണറിൻ്റെ പരിസ്ഥിതിയും ചുറ്റുപാടുകളെ പറ്റിയിട്ടുമൊക്കെ നല്ല ബോധമുണ്ട്. ഇതുകൂടാതെ ഫ്രോഗ്, ടോഡ് എന്ന് രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ടല്ലോ. ഫ്രോഗുകൾ എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മൾ ടോഡുകൾ എന്ന് വിളിക്കുന്നതിന് പലപ്പോഴും ചൊറിത്തവള എന്നൊക്കെയാണ് വിളിക്കുന്നത്. കരയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ദേഹത്ത് പരുപരുത്ത അരിമ്പാറുകൾ പോലെയൊക്കെയുള്ള മിനുസമില്ലാത്ത, നനവില്ലാത്ത ശരീരമുള്ളവരായിരിക്കും പലപ്പോഴും ടോഡുകൾ. പക്ഷേ ഇതിന് വിപരീതമായിട്ട് വളരെ മിനുസമുള്ള തൊലിയുള്ള ടോഡുകളുമുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ മിനുപ്പില്ലാത്ത ഫ്രോഗുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രോഗുകളെയും ടോഡുകളെയും കൃത്യമായിട്ട് എങ്ങനെയാണ് വേർതിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ബുഫാനിഡെ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് പൊതുവെ ടോഡുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും തവളകൾ ഒരു സംഭവമാണ്. മഴക്കാലത്തിൻ്റെ വൈബ്, രാത്രികളിൽ വയലിന് നിറയെ കൂട്ടക്കരച്ചിലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന സംഗീതം, തവളകളുടെ സംഗീതം നമുക്ക് കേൾക്കാം. നമ്മൾ കരച്ചിൽ എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും അത് അവരെ സംബന്ധിച്ചിടത്തോളം ഗാനമേളയാണ്, പ്രണയിനിക്കായിട്ടുള്ള ഗാനമേളകൾ. പൊക്കച്ചത്തവള, മരത്തവള, ചൊറിത്തവള എന്നിങ്ങനെ കുറച്ച് തരം തവളകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പൊതുവെ കരുതുക. പക്ഷെ അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ നൂറുകണക്കിന് തവളകളുണ്ട്. മണ്ണിനടിയിൽ കഴിഞ്ഞ് വർഷത്തിൽ ഒരു ദിവസം മാത്രം പുറത്ത് വന്ന് ഇണചേർന്ന് വീണ്ടും മണ്ണിനടിയിലേക്ക് തന്നെ പോകുന്ന മാവേലിത്തവള എന്ന് വിളിക്കുന്ന പാതാളത്തവള തൊട്ടിട്ട് മരത്തിൻ്റെ തുഞ്ചത്ത് തന്നെ ജീവിച്ചിട്ട് അവിടെ മുട്ടിയിടുന്ന തവളകൾ വരെ. വാലില്ലാത എന്നർത്ഥം വരുന്ന പ്രാചീന ഗ്രീക്ക് പദമായിട്ടുള്ള അനൂറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഇവയുടെ ഓർഡറിൻ്റെ പേര് വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമധ്യരേഖ പ്രദേശം മുതൽ സബ് ആർട്ടിക് പ്രദേശം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെയും തവളകളെ കാണാമെങ്കിലും
നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്തെ മഴക്കാടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് തവളകളുടെ വൈവിധ്യമുള്ളത്. ഇവർ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. വാൽമാക്രിയാകുന്ന സമയം തൊട്ടിട്ട് അവ ഇണചേരുന്നത് വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നവരുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള തവളകളെ പോലെയുള്ള ഉഭയജീവികളുടെ അതിജീവനം, ജീവചക്രം ഒക്കെ വളരെ ഗൗരവകരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. പണ്ട് നമുക്ക് പരിസ്ഥിതിയെ പറ്റിയിട്ടും ജൈവ വൈവിധ്യ സംരക്ഷണത്തെ പറ്റിയിട്ടും വലിയ ബോധമൊന്നും ഇല്ലാത്ത കാലത്ത് പെട്രോൾ മാക്സുകളുമായിട്ട് രാത്രി പാടങ്ങളിൽ ഇറങ്ങി തവളകളെ പിടിച്ച് അവയുടെ കാലുകൾ മാത്രം മുറിച്ചെടുത്ത് അവയെ ചാവാൻ വിട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുഭവിച്ചു തുടങ്ങിയ കാലത്ത് ഈ ജീവികളുടെ പ്രത്യേകതകളും അവയുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതകളും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് നമ്മളെപ്പോഴും കാണുന്ന പൊക്കച്ചിത്തവളകളുടെ ജീവിതം തൊട്ടിട്ട് പാതാളത്തവളകൾ, മണവാട്ടിത്തവളകൾ, മരത്തവളകൾ, ചൊറിത്തവളകൾ ഇവയൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ തുടർന്ന് നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തവളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ, നേരിട്ടറിയാൻ, അവയെ പറ്റിയിട്ട് എത്രയോ വർഷമായിട്ട് ഗവേഷണം നടത്തുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളുമായിട്ട് ഉള്ള സംഭാഷണത്തിനുള്ള ഒരവസരം നമ്മുടെ ചാനലിൽ ലഭിച്ചിരിക്കുകയാണ്. ലോകപ്രശസ്തനായിട്ടുള്ള ആംഫിബിയൻ സയൻറ്റിസ്റ്റ് ഡോക്ടർ സത്യഭാമദാസ് ബിജു, ഇന്ത്യയുടെ തവള മനുഷ്യൻ, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. തവളകളെ പറ്റിയിട്ടും മറ്റ് ആംഫിബിയനുകളെ പറ്റിയിട്ടും കുറച്ചു നേരം അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം 2 ഭാഗമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡൽഹി സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിലെ പ്രൊഫസറാണ് എസ് ബിജു. നിലവിൽ ഹാർവാർഡ് സർവകലാശാലയിലെ റാഡ്ക്ലിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ റാഡ്ക്ലിഫ് ഫെലോവുമാണ് അദ്ദേഹം. ഹാർവാർഡ് സർവകലാശാലയിലെ ഓർഗാനിസ്മിക് ആൻഡ് എവല്യൂഷണറി ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, കമ്പാരറ്റീവ് സുവോളജി മ്യൂസിയം എന്നിവയിലെ അസോസിയേറ്റ് കൂടിയാണ്. ഡൽഹി സർവകലാശാലയിൽ സയൻസ് ഫാക്കൽറ്റി ഡീൻ, പരിസ്ഥിതി പഠന വിഭാഗം ചെയർ, ഹെഡ് എന്നീ നിലകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഉഭയജീവി സിസ്റ്റമാറ്റിക്സ്, പരിണാമം, സ്വഭാവം, ജൈവ ഭൂമിശാസ്ത്രം എന്നിവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ. 30 വർഷത്തിലേറെയായിട്ട് ഏഷ്യൻ വനങ്ങളിലെ ഉഭയജീവികളുടെ വൈവിധ്യവും ജീവിതവും പെരുമാറ്റവും രേഖപ്പെടുത്തുക വഴി ലോകത്തെങ്ങുമുള്ള സയൻറ്റിസ്റ്റുകളുടെ ശ്രദ്ധ നമ്മുടെ ആംഫിബിയനുകളിലേക്കും തവളകളിലേക്കും തിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. 2 പുതിയ കുടുംബങ്ങൾ, 2 ജനുസുകൾ, 106 പുതിയ സ്പീഷീസുകൾ ഇവയൊക്കെ വിവരിച്ച ഏക ഇന്ത്യൻ ഹെർപ്പറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ടാക്സോണമിസ്റ്റാണ് സത്യഭാമദാസ് ബിജു. കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും സസ്യശാസ്ത്രത്തിലാണ് അദ്ദേഹം ആദ്യം PhD എടുത്തത്. ബെൽജിയത്തിലെ ബ്രസലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ PhD അദ്ദേഹം നേടി. ആനിമൽ സയൻസിലായിരുന്നു അത്. പിന്നീട് അദ്ദേഹം ഉഭയജീവികളുടെ ഗവേഷണത്തിലേക്കായിട്ട് പൂർണ്ണ സമയം ശ്രദ്ധ തിരിച്ചു. അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ പർപ്പിൾ ഫ്രോഗ് എന്ന് പറയുന്ന നമ്മുടെ പാതാള തവള തൊട്ടിട്ട് നിരവധി തവളകളെ ആണ് അദ്ദേഹം പുതുതായിട്ട് കണ്ടെത്തിയത്. സത്യഭാമദാസ് ബിജുവിൻ്റെ സംഭാവനകൾക്ക് IUCN ASG സാബിൻ അവാർഡ് 2008 സമർപ്പിക്കപ്പെട്ടു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള കേരളശ്രീ 2022 ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. 2023 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തായാലും ഇദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഡോക്ടർ സത്യഭാമദാസ് ബിജു, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ തവളകളിലേക്കുള്ള ഒരു ഇഷ്ടം അങ്ങനെ എല്ലാവർക്കും വരില്ല. കേരളത്തിൽ പൊതുവായിട്ട് തവള എന്ന് പറയുന്നത് ഒരു ഹാസ്യ കഥാപാത്രമാണ്. നമ്മൾ ഒരാളെ തവളയെ പോലെയുണ്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തവളയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും അത് അത്രയധികം ഒന്നും അറിയേണ്ട കാര്യമല്ല എന്നാണ്. താങ്കളെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിൽ ഈ തവളകളുടെ ഒരു ഇഷ്ടക്കാരനാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു തുടക്കമാണ്. അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് 2 ലൈഫുണ്ട്. അതായത് അക്കാഡമിക് ലൈഫിൽ 2 തരം ലൈഫിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ ഗവേഷണവും പഠനങ്ങളും സസ്യങ്ങളെക്കുറിച്ചിട്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നത്. അവിടെ ഏകദേശം തന്നെ 7 വർഷം വർക്ക് ചെയ്യുന്നത് സസ്യങ്ങളെക്കുറിച്ചിട്ടാണ്. ആ സമയത്ത് കാടുകളിൽ പോകുമ്പോൾ കാണുന്ന തവളകളല്ല, എനിക്കിതിനു മുമ്പ് തവളയ്ക്ക് മുമ്പ് പാമ്പുണ്ടായിരുന്നു, പാമ്പിന് ശേഷം ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. അവസാനമാണ് എനിക്ക് തവളകളായിട്ട് പൂർണ്ണമായി എൻ്റെ കഴിഞ്ഞൊരു 3 അല്ലെങ്കിൽ 30 വർഷത്തോളം ആയിട്ട് തവളകളുടെ പിറകെ മാത്രം സഞ്ചരിക്കുന്ന ഒരാളായി മാറുന്നത്. തവളയെ ഇഷ്ടപ്പെടാനുള്ള കാരണം വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ജീവചക്രമാണ്. അത് ഭയങ്കര മറ്റൊരു ജീവികൾക്കുമില്ലാത്ത ഫാസിനേഷനായിട്ടുള്ളൊരു ഭയങ്കരമായൊരു ഇണചേരലിൻ്റെ പ്രത്യേകതകൾ, മുട്ടയിടുന്നതിൻ്റെ പ്രത്യേകതകൾ, മരത്തിൽ ജീവിക്കുന്ന തവളകൾ, മണ്ണിനടിയിൽ ജീവിക്കുന്ന തവളകൾ, അങ്ങനെയുള്ള സങ്കീർണമായ ജീവിതചക്രമുള്ളൊരു ജീവിയാണ് തവള. പിന്നെ
ഞാൻ തുടങ്ങുന്നത്, അതായത് 28 വർഷത്തിന് മുമ്പ് ഞാനത് തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് തവളകളിൽ മാത്രം ഗവേഷണം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ എടുത്തിരുന്നു തവളകളുടെ. ഒരു 10, 45, 50 തരം തവളകളുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായ സമയത്ത് ഞാൻ തവളകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. കാരണം നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും ഈ പേരുകൾ ഈ പറയുന്ന എക്സ്പെർട്സിനൊന്നും പറഞ്ഞു തരാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്ലാന്റ് ടാക്സോണമി പഠിച്ചൊരാൾക്കുള്ളൊരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ലിറ്ററേച്ചർ സംഘടിപ്പിക്കുകയും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പല ശാസ്ത്രജ്ഞന്മാരുടെയും കൂടെയുള്ളൊരു ബന്ധം ഒരു മെയിലിലൂടെയും കറസ്പോണ്ടൻസിലൂടെയും നടത്തി അങ്ങനെ കിട്ടുന്നൊരു ഇൻസ്പിറേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് റോബർട്ട് ഇംഗർ എന്ന് പറയുന്ന ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയത്തിൽ അന്നുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏഷ്യൻ തവളകളുടെ ഗവേഷകരുടെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരാളാണ്. അദ്ദേഹം അയച്ചൊരു ലെറ്റർ ഉണ്ട് എനിക്ക്. ബിജു, നിങ്ങളെടുത്ത പല ചിത്രങ്ങളും ഒരു പക്ഷേ ലോകത്തിന് അറിയാത്തതായിരിക്കും. മനോഹരമായ ചിത്രങ്ങൾ, ഒപ്പം തന്നെ ലോകത്ത് ആരും ഒരു പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാത്ത ചിത്രങ്ങളാണെന്ന്. ആ ഒരു 4 ലൈൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അതൊരു മാറ്റമായിരുന്നു, അതൊരു വഴിത്തെളിവായിരുന്നു. അങ്ങനെ ആ റോബർട്ട് ഇംഗർ എനിക്ക് തന്നൊരു എൻകറേജ്മെൻറ്റ്, എനിക്ക് എൻ്റെ ചിത്രങ്ങളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമുള്ള സാധനം. അങ്ങനെ ഒരു യാത്ര പോവുകയും ആ യാത്ര പിന്നെ ഒരു വളരെ പ്രൊഫഷണലായിട്ട് മാറുകയും ഞാൻ എൻ്റെ ജോലി രാജിവെച്ചിട്ടാണ് തവളകളിലേക്ക് ഞാൻ ബെൽജിയത്തിലേക്ക് പോകുന്നത്. ഈ തവളകൾ അത്ര ഫോട്ടോജനിക് ആണോ യഥാർത്ഥത്തിൽ? പൊതുവെ എല്ലാവരും പറയുമ്പോൾ ഒരു തവള എന്ന് പറയുന്നതിൻ്റെ ഉന്തിയ കണ്ണും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സാധനം, ഇങ്ങനെ എന്താ പേക്കൻ തവള എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ ഒരു പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം തവള എന്ന് പറയുന്നത് പെട്രോമാക്സും ഒക്കെ ആയിട്ട് വയലിലിറങ്ങി ഇതിനെ പിടിച്ച് കാല് ചെത്തിയെടുത്ത് അതിനെ ചുട്ട് തിന്നുവോ പൊരിച്ചു തിന്നുവോ ഒക്കെ ചെയ്ത ആൾക്കാരുടെ അതിൽ ഉപരിയായിട്ട് തവളക്ക് അങ്ങനെ ഒരു സൗന്ദര്യം ഉണ്ടെന്നോ ഇത്രയധികം തവളകളുണ്ടെന്നോ ഒന്നും നമ്മുടെ കേരളത്തിലെ നമ്മുടെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ജീവിച്ച ആൾക്കാർക്കും അറിയില്ല. അത് നമ്മുടെ ഒരു വലിയ ഒരു കുഴപ്പമാണോ യഥാർത്ഥത്തിൽ? അതിൽ നിന്നാണോ ഇതിനെ കൂടുതലായിട്ട് ആളുകൾ അറിയില്ല? വിജയകുമാറിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ മറുപടി. കാരണം ഈ ഉന്തിയ കണ്ണുകളാണ് തവളയുടെ ഏറ്റവും വലിയ മനോഹാരിത. കാരണം അത്രയും ഉന്തിയ കണ്ണുകളും ഒപ്പം തന്നെ വളരെ വിചിത്രമായ കാരണം ഒരു നോട്ടമുണ്ട് ഈ സാധനം. നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കുന്ന ഒരു സമയത്ത് ആ കിട്ടുന്നൊരു പടത്തിൻ്റെ ഒരു ആംബിയൻസ് വരുമല്ല, ആ ഒരു ഭംഗി മറ്റ് ജീവജാലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഒരു മാമലിനെ പോലും അത്തരത്തിലുള്ളൊരു കിട്ടില്ല. കാരണം പിന്നെ 2 കളർ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ടുള്ള ജീവി ബട്ടർഫ്ലൈയോ ബേർഡ്സോ അല്ല. ലോകത്ത് ഏറ്റവും വലിയ വർണ്ണങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കോമൺ മാനിന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഇമാജിൻ ചെയ്യാനതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ വർണ്ണങ്ങൾ, ചുവപ്പ് പച്ച അതിൻ്റെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളർ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ജീവി തന്നെയാണ് തവള. അത് 2 കാരണങ്ങളാണ്. അല്ലാതെ നമ്മൾ മറ്റ് തവളക്കണ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു തമാശയാണെങ്കിൽ കൂടിയിട്ടും അത് ഒരു പരിധിവരെ നമുക്ക് തവളകളെ കുറിച്ചിട്ടുള്ള ഒരു അനന്തമായ ഒരു തവളകളുടെ ഞാൻ ആദ്യം ചോദിക്കുന്നത് നമുക്ക് ലോകത്ത് എത്ര തവളയുണ്ടെന്നൊരു സാധാരണക്കാരൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് മാക്സിമം 100 തവളയ്ക്ക് അപ്പുറം ഒരു തവള അവരുടെ എണ്ണത്തിലില്ല. പക്ഷേ ലോകത്ത് ഏകദേശം 8000 തവളകളാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. 100 തവളയൊന്നും നമ്മൾ കേരളത്തിൽ ആരും ഇല്ല. ചിന്തിക്കുന്നില്ല. നമുക്ക് 500 തവളകൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവളകൾ കാണുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു തവളയെ നമ്മളിങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും നമ്മളിങ്ങനെ വളരെ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരു പൊക്കൻ തവളയായിട്ട് കിണറ്റിൽ തവളയായിട്ടെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാധനമുണ്ട്. അതല്ല, തവളകൾ വളരെ ഭംഗിയുള്ളതും ഒപ്പം തന്നെ തവളകളുടെ ഗവേഷണം അതിനേക്കാളുപരി വളരെ 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 സാധ്യത ഉള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ തുടർച്ചയല്ലാതെ ഇടയ്ക്ക് കയറിയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ തവളകളുടെ കണ്ണുകൾക്ക് വളരെയധികം അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയും നാവും പ്രവർത്തിക്കുന്നതിന് പകരം തവളയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമുള്ളൊരു കാര്യമായിരിക്കും അത്. അതിനെപ്പറ്റി തവളകൾ കണ്ണിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയാൻ പറ്റും. കാരണം തവളകൾ ഒരു ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് തവളങ്ങനെ ചവച്ച് തിന്നാൻ പറ്റുന്ന നമ്മളെപ്പോലുള്ള പല്ലുകളുള്ള ജീവിയല്ല. അതിന് പകരം ജസ്റ്റ് ഒരു കടി കടിച്ചിട്ട് ഇത് വിഴുങ്ങുന്ന ഒരു സ്വഭാവമുള്ളതാണ്. ആ സമയത്ത് ഈ കണ്ണുകൾ ഉള്ളിലേക്ക് പോകും, അമർത്തിക്കളയും. കണ്ണ് നമുക്ക് കാണാൻ പറ്റില്ല. ഇത്രയും വലിയ കണ്ണുകൾ പോലും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് തള്ളിയിട്ടാണ് ആ സമയത്ത് കിട്ടുന്നൊരു ഫോഴ്സ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ തവളയുടെ കണ്ണ് അകത്തേക്ക് പോവുകയും അവിടെ നിന്ന് കിട്ടുന്നൊരു ഒരു ശക്തമായ ഒരു തള്ളൽ, ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ്. ഒപ്പം തന്നെ അതിൻ്റെ സ്വമേധയുള്ള വിഴുങ്ങുന്ന ഒരു പ്രക്രിയയുണ്ട്. ഈ തവളകൾക്കും പാമ്പിനും മാത്രമുള്ളൊരു വളരെ ഭംഗിയായ ഒരു സ്വഭാവമുണ്ട്. കാരണം അതിൻ്റെ ഏതാണ്ടൊരു 90 ഡിഗ്രിയിലേക്ക് താഴത്തേക്ക് പോകാൻ പറ്റും. ഇത് കംപ്ലീറ്റ് തുറന്ന് വെച്ചിട്ട് ഒരു ട്യൂബ് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം എടുക്കാനുള്ള കഴിവ് പാമ്പിനും തവളയ്ക്കുമുണ്ട്. അത് തന്നെയാണ് ഈ പല തവളകളും നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെയും നമുക്കൊക്കെ പാമ്പിനെ പോലും വിഴുങ്ങുന്ന തവളകളുണ്ട്. കാരണം നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചിരുന്നത് തവള ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട് അതോടെ അവസാനിക്കുന്നതല്ല. തവളകൾ പക്ഷികളൊക്കെ കഴിക്കും. ഈവൻ ഒരു ചെറിയ കേരളത്തിലെ പല ഫോട്ടോഗ്രാഫും ഇന്ന് അവൈലബിൾ ആണ്. ഒരു വലിയൊരു നമ്മൾ ഈ വയലിലൊക്കെ കാണുന്ന തവള ഒരു ചെറിയൊരു കോഴിക്കുഞ്ഞിനെ തിന്നുകൊണ്ടിരിക്കുന്നത്. പാമ്പുകളെ ഭക്ഷിക്കുന്ന തവളകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തവളകളത്ര ഒരു ചെറിയ ജീവിയൊന്നുമില്ല, തവള വളരെ വലിയ ജീവിയാണ്. ഇപ്പോൾ തവളകളെ നമ്മൾ ആംഫിബിയൻ അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയും. അപ്പോൾ ആംഫിബിയൻ എന്ന് പറയുന്ന ഒരു പൊതുവായിട്ടുള്ള അങ്ങനെ കേൾക്കുമ്പോഴുള്ളത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയുള്ള നമുക്കറിയാം കടലിൽ നിന്നും കരയിലേക്ക് കയറിയ നമ്മളെ പരിണാമത്തിൻ്റെ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് പല ജീവികളും തിരിച്ച് കടലിലേക്ക് വെള്ളത്തിലേക്ക് തന്നെ പോയത്. ഡോൾഫിനുകളും തിമിംഗലങ്ങളും ഒക്കെ അങ്ങനെ തിരിച്ചു പോയതാണ്. അവരുടെ കൂട്ടത്തിൽ ബാക്കിയായി പോയ ഇരട്ടക്കുളമ്പുള്ള എന്ന് പറയുന്ന കരയിൽ ഇങ്ങനെ നടന്ന് ജീവിക്കുന്ന ഒരു ജീവി, യഥാർത്ഥത്തിൽ ഈ ഹിപ്പോപ്പൊട്ടാമസും തിരിച്ച് അങ്ങ് വെള്ളത്തിലേക്ക് പോകേണ്ടതായിരുന്നു, എവിടെയോ വെച്ച് നിന്ന് പോയത്. അങ്ങനെയാണെങ്കിൽ അതിനെയും നമുക്ക് ഉഭയജീവി എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ ഉഭയജീവി എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോഴും സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവി. അപ്പോൾ ആമയുണ്ട്, ചില തരം നമ്മുടെ വെള്ളത്തിലുള്ള ആമകൾ, അതിനെയൊക്കെ നമുക്ക് അങ്ങനെ വിളിക്കേണ്ടി വരില്ല. നമ്മുടെ ഒരു സങ്കല്പമാണ്. കാരണം വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. അതല്ല, അത് ഒരു പക്ഷേ അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ആ ജീവിയല്ല വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന, ആ ജീവിയുടെ മുട്ടകളും ഒപ്പം തന്നെ മുട്ട പിരിഞ്ഞ് വരുന്ന ലാർവ, അതായത് അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലുള്ള ഒരു ലൈഫ്. അത് 2 ലൈഫുണ്ട്. ഒരു ജീവിക്ക് 2 ലൈഫാണ്. അത് ഒരു ലൈഫ് വെള്ളത്തിലും അതിൻ്റെ മറ്റേ ലൈഫ് കരയിലും. അല്ലാതെ ഒരു അഡൽട്ട് ഒരു വലിയ തവള വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഒരു പ്രജനന പ്രക്രിയയിൽ വാൽമാക്രി അല്ലെങ്കിൽ മുട്ട വാൽമാക്രി ഇത് രണ്ടും വെള്ളത്തിലും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പുറത്തേക്ക്, അങ്ങനെയുള്ള 2 ലൈഫുള്ള ഒരു ബേസിക് ലൈഫ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. അങ്ങനെ വരുന്നതിനെയാണ് ആ ഒരു കോണ്ടസ്റ്റിലാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ളൊരു ജീവി ആയതുകൊണ്ടല്ല തവളയെ നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ആംഫിബിയൻസിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോഴൊരിക്കലും സിസിലിയനുകൾ, നമ്മൾ സാധാരണ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സിസിലിയനുകളെ നമുക്ക് കുരുടിപ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്നത് ഏതാണെന്നുള്ള ബ്ലൈൻഡ് സ്നേക്കുകളെയും കൂടി കേരളത്തിൽ പലരും സിസിലിയനുകളായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ സിസിലിയൻ എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മലയാളം വാക്ക് പോലുമില്ല. നമുക്ക് തവളയുടെ കൂട്ടത്തിലാണോ പെടുത്തേണ്ടത് എന്ന് അറിയുന്നവർ പോലും വളരെ കുറവായിരിക്കുന്നു. അതൊന്നും അക്കാഡമിക്കായിട്ട് പഠിക്കുന്നവർക്ക് അറിയും, അല്ലാതെ സിസിലിയനുകളെ പറ്റിയിട്ട് അറിയില്ല. പലരും കുരുടിപ്പാമ്പ് എന്ന് അതിനെ വിളിക്കുന്നുണ്ട്. അപ്പം അതും ഇതും തമ്മിലുള്ള ഒരു ബന്ധം, അവരുടെ ഒരു ജീവിതം, അതിനെ പറ്റിയിട്ട് കൂടുതൽ സിസിലിയനുകളെ പറ്റിയിട്ട് ഇപ്പോഴും പറയുമ്പോൾ സാറ് ആംഫിബിയനെ പറ്റിയിട്ട് ഗവേഷണം നടത്തുന്നു എന്ന് പറയുമ്പോഴും ചിന്ത മുഴുവൻ എല്ലാവരും തവളകളെ പറ്റിയിട്ട് മാത്രം പഠിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയുള്ള ഈ സിസിലിയനുകൾ എന്ന് പറയുന്നവയെ പറ്റിയിട്ടുള്ള അറിവ് വളരെ കുറവല്ലേ? അതെ, അതിന് തൊട്ട് മുമ്പായിട്ട് പറയേണ്ട 2 കാര്യങ്ങൾ. നമ്മുടെ ലോകത്തുള്ള ആംഫിബിയൻസ് എന്ന് പറയുന്നത് 3 കൂട്ടമാണ്, 3 ഗ്രൂപ്പിനെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. 1 നമുക്കറിയാവുന്ന തവളകൾ, 2 എന്ന് പറയുന്നത് സിസിലിയൻസ്, അതാണ് നമ്മുടെ കുരുടിപ്പാമ്പ്. 3 എന്ന് പറയുന്നത് നമ്മുടെ ലിസാർഡിനൊക്കെ പോലെ, നമ്മുടെ പല്ലികളെയൊക്കെ പോലെ ഇരിക്കുന്ന സാലമാൻഡേഴ്സ്. ഈ 3 ഗ്രൂപ്പുകളും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് കേവലം 2 സ്പീഷീസാണ് സാലമാൻഡേഴ്സ് ഇന്ത്യയിലുള്ളത്. അത് നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ മെക്സിക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സാലമാൻഡേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കാണുന്നത്. പിന്നെ സിസിലിയൻസിൽ നമുക്ക് ഏതാണ്ട് ഒരു 48 സ്പീഷീസ് ഇന്ത്യയിലുണ്ട്. അത് വളരെ ഇതെന്താ പറയുക, പല ആൾക്കാരും അതിനെ പാമ്പായി കണക്കാക്കുന്നവരുണ്ട്, പല ആൾക്കാരും അത് വലിയൊരു പന്നിരയുടെ വലിപ്പമുള്ളൊരു ഇരയായിട്ട് അങ്ങനെ ഒരു വിരയായി കണക്കാക്കുന്നവരുണ്ട്. അപ്പോൾ ആ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു വളരെ ചുരുക്കം ആൾക്കാർ മാത്രം കണ്ടിട്ടുള്ള ഒരു ആംഫിബിയൻ ജീവിയാണ് കുരുടിപ്പാമ്പ്. കുരുടിപ്പാമ്പല്ല, അതിനെ പാമ്പ് എന്ന് കുരുടി മാത്രം പറയുന്നതാണ് നല്ലത്. കാരണം അതിന് വിഷമില്ല,
അതിന് കടിക്കാൻ പറ്റുന്നത് പാകത്തിലുള്ള പല്ലുകളില്ല. നമ്മളതിനെ പിടിച്ചാൽ പോലും വാതുറക്കാത്തൊരു ജീവിയാണ് സിസിലിയൻസ് എന്ന് പറയുന്നത്. കാരണം സിസിലിയൻസും പാമ്പുമുള്ള ഒരേ ഒരു സാമ്യം, രണ്ടിനും കാലില്ല, രണ്ടും തറയിലൂടെ ഇഴഞ്ഞു പോകാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ വേറൊരു വളരെ പ്രത്യേകത, നമ്മുടെ സിസിലിയൻസിൻ്റെ ശൽക്കങ്ങൾ തൊലിക്കുള്ളിലും പാമ്പുകളുടെ ശൽക്കങ്ങൾ പുറത്തുമാണ്. അതിന് വളരെ പരിണാമത്തിന് ഇല്ലെങ്കിൽ അതിനൊരു വളരെ അഡാപ്റ്റേഷൻ ഉണ്ട്. കാരണം മണ്ണിനടിയിലൂടെ നീന്തി അല്ലെങ്കിൽ ഇഴഞ്ഞു പോകാനുള്ള സിസിലിയൻസിന് വേണ്ടുന്ന മ്യൂക്കസ് ആയിട്ടുള്ളൊരു മെമ്മറൈൻ വേണം. അല്ലെങ്കിൽ അവിടെ ഒരു ശൽക്കങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കെയിൽസൊക്കെ ഉണ്ടെങ്കിൽ മൂവ്മെൻറ്റ് വളരെ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇതിൻ്റെ സ്കെയിൽസ് എല്ലാം അതിൻ്റെ തൊക്കിന് തൊട്ട് താഴെ അതിൻ്റെ മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് പാമ്പല്ല, ഇത് വിരയുമല്ല, മറിച്ച് ഇത് ആംഫിബിയൻസ് എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ ഒരു ജീവിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാണാനും ഏറ്റവും കൂടുതൽ പഠിക്കാനും ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ടുള്ളൊരു ജീവവർഗമാണ് കുരുടി. ഈ തവളകളുടെ പറ്റിയിട്ട് പറയുമ്പോൾ തവളകൾ അവയുടെ നമ്മുടെ ഒരു ഇൻഡിക്കേറ്റേഴ്സായിട്ടും ഒക്കെ പറയാറുണ്ട്, നമ്മുടെ പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങളോട് അത്രയും പ്രതികരിക്കുന്നത്. എങ്കിലും എനിക്ക് കൗതുകകരമായിട്ട് തോന്നാറ്, നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു തവളയെ പിടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പതുക്കെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തവള അറിയില്ല. അങ്ങനെ കുറേ കഴിയുമ്പോഴും ചൂട് കൂടി വരുമ്പോഴും അത് അവിടെ തന്നെ നിൽക്കും, അവസാനം അത് വെന്തു പോകും. അതായത് നമ്മൾ പലപ്പോഴും പ്രതികരണമില്ലാത്ത ജനതയെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റഫറാണ്, ഒരു അനലോഗാണ്. അപ്പോൾ എങ്കിലും അത് ആ അനലോഗ് ഉണ്ടാക്കിയപ്പോൾ പോലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത്? തവളകൾ അങ്ങനെ പ്രതികരിക്കാത്ത ജീവിയല്ലല്ലോ, വളരെ കൂടുതൽ പ്രതികരിക്കുന്നതല്ലേ? തവളകൾ തീർച്ചയായും പ്രതികരിക്കുന്ന ജീവിയാണ്. ഈ പറയുന്ന 400 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് വന്ന ഒരു ജീവി. സ്വാഭാവികമായിട്ട് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് ഏറ്റവും ശാസ്ത്രീയമായി ഈ സാധനത്തിന് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെല്ലാം വാം ബ്ലഡഡ് ആൾക്കാരാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ. പക്ഷേ തവളകൾ അല്ലെങ്കിൽ സിസിലിയൻസ്, സാലമാൻഡർ, തവളകളെല്ലാം അടങ്ങുന്ന ആംഫിബിയൻസ് കോൾഡ് ബ്ലഡഡാണ്. അതിൻ്റെ സ്വന്തമായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ആ ജീവികൾക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ കാണുന്ന ചൂടും തണുപ്പും അനുസരിച്ച് അതിൻ്റെയും ടെമ്പറേച്ചർ മാറ്റും. അങ്ങനെയൊരു ഇതാണ്. അപ്പോൾ അതായത് ടെമ്പറേച്ചർ ചെറുതായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ തവളകൾക്ക് ഒരു പരിധിവരെ ശരീരം ചൂട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെറ്റാഫർ അല്ലെങ്കിൽ അങ്ങനെ അനലോഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. കാരണം തവളകൾ വെള്ളത്തിൽ നേരെ ഇട്ട് കഴിഞ്ഞാൽ ചാടിപ്പോവും. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടി അതുമായിട്ട് അപ്പോഴതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. ശാസ്ത്രീയമായി കാര്യങ്ങളില്ലെങ്കിൽ തന്നെയും വേണമെങ്കിൽ കുറച്ച് ചൂടിനനുസരിച്ചിട്ട് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തവളകളുടെ കരച്ചിലാണ്. എല്ലാവർക്കും തവളകളെ കണ്ടതിനേക്കാളും കൂടുതൽ പരിചിതമാകുന്നത് തവള കരച്ചിലാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പേപ്പറും എന്നുള്ള ശബ്ദം അത്ര മാത്രമേ തവളകളുമായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന് ബന്ധമുള്ളൂ. അപ്പോൾ കുറേ തവളകളെ നമ്മൾ കാണുന്നു, നമ്മൾ വീടുകളിലേക്കൊക്കെ ചാടി വരുന്നു. ഈ തവളക്കരച്ചിൽ അവയുടെ ഇണചേരലുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവ് സാധാരണ ഒരു മനുഷ്യനുണ്ടാവുമായിരിക്കും. അതിൽ ഉപരിയില്ല. എങ്കിലും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള കരച്ചിലുകൾ, പലതരത്തിലുള്ള അതിൻ്റെ മോഡുലേഷനുകൾ, ഒരു തവള സംഗീതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലായിരിക്കുമല്ലോ താങ്കളെ പോലുള്ള ഒരാൾ കാണുക. അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൗതുകമുള്ള ഒരു ഗവേഷണ ശാഖയാണ് ബയോഅക്യൂസ്റ്റിക്സ്. അതായത് ശബ്ദങ്ങളെ വെച്ചിട്ട് ഉള്ള പഠനങ്ങൾ. അത് ശബ്ദങ്ങൾ വെച്ചിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ മാത്രമല്ല, നമ്മൾ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു തവളയും സംസാരിക്കുന്നത് ശബ്ദങ്ങൾ വെച്ചിട്ടാണ്. ആ ശബ്ദങ്ങൾക്ക് പല മീനിങ്ങുകളുണ്ട്. അത് ആശയവിനിമയം നടത്തുന്നതാണ്. എല്ലാ മൃഗങ്ങളുടെയും ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലെ ഒരു ഭാഷ അവർക്കുണ്ട്. അതിന് ഏറ്റവും വ്യക്തമായ ഒരു കാര്യം തവളകളാണ്. തവളകൾ ഇണചേരുന്നതിന് പെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്ന വിളിയല്ല, ഒപ്പം തന്നെ അത് മറ്റാൺ തവളകൾ പെണ്ണിനടുത്തേക്ക് വരികയാണെങ്കിൽ നീ ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറയുന്ന വാണിംഗ് ഉണ്ട്, സ്ട്രെസ് കോൾ ഉണ്ട്. അതായത് ഒരു എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു അപകടഘട്ടം വരുമ്പോൾ സമയത്ത് തവളകൾ പുറപ്പെടുവിക്കുന്ന വേറൊരു തരം ശബ്ദങ്ങളുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത്, ഈ ലോകത്തുള്ള ഒരു 8000 തവളകളിൽ ഏകദേശം ഒരു 55 പെൺതവളകൾ മാത്രമേ ശബ്ദം ഉണ്ടാക്കാറുള്ളൂ. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ ആൺതവളകളാണ്. അതിൻ്റെ പ്രധാന കാരണം താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ
ആണ് പെണ്ണിനെ ആകർഷിക്കുകയും ഞാനിവിടെ ഉണ്ട് എന്ന് പെണ്ണിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് പെൺതവളകൾ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള, അതായത് വെള്ളം ഒഴുകുന്ന അല്ലെങ്കിൽ പാറക്കെട്ടിലൂടെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ആണിൻ്റെ വിളി അല്ലെങ്കിൽ ആണിൻ്റെ ശബ്ദം പെണ്ണിന് കേൾക്കാൻ പറ്റാതെ വരികയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പെണ്ണ് അവിടെ ഇരുന്നിട്ട് ഞാനും ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന, നമ്മൾ സംസാരിക്കുന്ന പോലൊരു ആശയവിനിമയമാണ് യഥാർത്ഥത്തിൽ തവളകളുടെ കരച്ചിലെന്നോ തവളകളുടെ ശബ്ദം പുറപ്പെടുവിക്കൽ. ഒരു ഇണചേരലിന് വേണ്ടി മാത്രമല്ല, ഒപ്പം തന്നെ ടെറിട്ടോറിയൽ കോളുണ്ട്. അതായത് ഇത് എൻ്റെ പ്രദേശമാണ്, ഇവിടെ ആരും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ വേറൊരു മോഡുലേഷനുള്ള വേറൊരു തരം ശബ്ദമാണ്. പിന്നെ ഇത് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം യാതൊരു ബന്ധവുമില്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ശബ്ദമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ പക്ഷികളെയും പക്ഷി നിരീക്ഷകർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശബ്ദം വെച്ചിട്ടാണ്. ഒരു പക്ഷിയെ കാണുന്നതിന് മുമ്പ് ഒരു പക്ഷി നിരീക്ഷകൻ പറയും ഇന്ന പക്ഷി അവിടെ ഇരുന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള 500 തവളകളെയും ഇതിൻ്റെ ശബ്ദം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴെല്ലാവരും ഈ താടിയുടെ ഭാഗത്ത് ഇങ്ങനെ വീട്ട് വരുന്ന ഒരു കുമിള പോലെയുള്ള സാധനം, അത് മാത്രമാണ് ഒരു എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യം. ഇത്രയധികം ശബ്ദത്തിൻ്റെ ഒരു വിന്യാസം അത് സാധ്യമാകുന്ന ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഏതെങ്കിലും ഫീച്ചറുകൾ എന്തൊക്കെയായിരിക്കും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ചില തവളകൾ ശബ്ദമുണ്ടാക്കുമ്പോൾ ഈ പറയുന്ന ബലൂൺ പോലെ താടി അല്ലെങ്കിൽ തലയ്ക്ക് താഴെയായി പൊങ്ങി വരുന്ന വലിയ ഏകദേശം 8 മടങ്ങ് വലിപ്പത്തിലോ തവളയുടെ തലയേക്കാളും 10 മടങ്ങ് വലിപ്പത്തിൽ പോലും ഈ കുമിള പോലെ ഒരു ബലൂൺ പോലെ വീർത്ത് വെപ്പിക്കാനുള്ളൊരു കഴിവ് തവളകൾക്കുണ്ട്. ആ തവളകളുടെ നമ്മൾ കാണുന്നത് എപ്പോഴും ഒരു ബലൂൺ മാത്രമാണ്. ഇത് 2 ബലൂൺ, ആ ബലൂണിൻ്റെ മുകളിൽ ബലൂൺ, അങ്ങനെയുള്ള വളരെ ഡൈവേഴ്സായിട്ടുള്ള ഏതാണ്ട് 14 തരം അതായത് ഈ പറയുന്ന ബലൂൺ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു ജീവിയാണ്. പക്ഷേ ഈ ബലൂണിനും ശബ്ദങ്ങൾക്കും തമ്മിൽ ബന്ധമില്ല. ഇത് 2 രീതിയിലാണ്. നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ചിട്ട് ലാറിങ്സിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്നൊരു വൈബ്രേഷനാണ് യഥാർത്ഥത്തിൽ ഈ ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിന് ശേഖരിച്ചു വെക്കുന്ന എയറിൻ്റെ ഒരു അളവാണ്. പല തവളകളും ഈ ശബ്ദം നിർത്തി വിളിക്കുന്ന സമയത്ത് പോലും ഈ ബലൂൺ ഫുള്ളായിരിക്കും. അതിൻ്റെ കാരണം കൺട്രോൾ ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തവളകളുടെ ഏറ്റവും എനിക്ക് തോന്നുന്നത് പല വിദേശ രാജ്യങ്ങളിലും, അതായത് നമ്മുടെ അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളിൽ ഈ ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു ടൂളായിട്ട് ഒരു മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന തവളകളുടെ കരച്ചിലാണ്. അപ്പോൾ തവളകളുടെ ശബ്ദം പുറപ്പെടുവിക്കലാണ്. അതിന് വളരെ ഈ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പഠിക്കാനുള്ളൊരു മോഡൽ അനിമലായിട്ട് നമ്മളെപ്പോഴും തവളയെ ഇപ്പോൾ കണക്കാക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ബയോഅക്കോസ്റ്റിക്സിന് ഇത്രയൊരു പ്രാധാന്യം വന്നിട്ട് ഏകദേശം ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. പക്ഷേ ലോകരാജ്യങ്ങളിൽ പലതും പക്ഷികളും ഒപ്പം തന്നെ മറ്റു മൃഗങ്ങൾ, ഈവൻ ബയോഅക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സമ്പ്രദായം കൂടിയാണ്. അതൊരു നല്ലൊരു പഠന ശാഖയാണ്. തവളകളുടെ ഇപ്പോൾ മേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ടുള്ള ഒരാളുടെ ധാരണയിൽ മേറ്റിംഗ് എന്ന് പറയുന്നത് പെണ്ണും ആണും തമ്മിലുള്ള ബീജ കൈമാറ്റം, അണ്ടത്തിലേക്ക് ബീജ കൈമാറ്റം ചെയ്യുന്നതിനാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എപ്പോഴും പറയുന്നത്, വളരെ ലളിതമായിട്ട് പറയുമ്പോൾ. അപ്പോൾ അതിനുള്ളത് അവരുടെ തമ്മിൽ ഇണചേരുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സെക്ഷൽ ഓർഗൻസ് തമ്മിൽ ചേർത്തിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഉള്ളിലേക്ക് എത്തിക്കുക. തവളകളുടേത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് അറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന്, പൊതുവെ എല്ലാവരും കരുതുന്ന തവളയുടെ ദേഹത്ത് ഒരു വേറെ തവള കയറിയിരിക്കുമ്പോൾ നമ്മുടെ മറ്റ് മൃഗങ്ങളൊക്കെ, നമ്മുടെ സസ്തനികളൊക്കെ ഇണചേരുന്നത് പോലെ ആയിരിക്കും ഇണചേരുക എന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യാസമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വിചിത്രമായ തവളകളെ ഏറ്റവും കൂടുതൽ ഇത്രയും അട്രാക്റ്റീവ് ആക്കുന്നത്. സിസിലിയൻസിനും സാലമാൻഡേഴ്സിനും ഇൻറ്റേർണൽ കോപ്പുലേറ്ററി ഓർഗൻ, അതായത് അതിന് ഇണചേരുന്ന സമയത്ത് 2 അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്താനുള്ളൊരു ഓർഗനുള്ളതാണ്. പക്ഷേ തവളകൾക്ക് 2 സ്പീഷീസിന് മാത്രമേ ലോകത്ത് അങ്ങനെ ഒരു ചെറിയൊരു രൂപത്തിലുള്ളൊരു ആണിന് ലൈംഗിക അവയവമുള്ളൂ. ബാക്കി ഒരു തവളകൾക്കും അങ്ങനെ ഒരു അവയവമില്ല. 2 ക്ലോയക്ക, അതായത് അതിൻ്റെ അവസാന ഭാഗത്ത് നട്ടലിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഒരു ഹോളുകളാണ്, ദ്വാരങ്ങളാണ്. ഒന്ന് അണ്ടം പുറപ്പെടുവിക്കുകയും മറ്റൊന്ന് ബീജം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ 2 ബീജവും അണ്ടവും അന്തരീക്ഷത്തിലാണ് ഇണചേരുന്നത്. അന്തരീക്ഷത്തിലാണ് അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ബീജസങ്കലനം നടക്കുന്നത് അന്തരീക്ഷത്തിലാണ്, തവളയുടെ ഉള്ളിൽ നിന്നല്ല.
അത് ഒരു പക്ഷേ ലോകത്തിൽ തന്നെ അത് പല മത്സ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കരയിലുള്ള നട്ടിലുള്ള ജീവികളിൽ ഇൻറ്റേർണൽ കോപ്പുലേറ്ററി ഓർഗൻ, അതായത് ഒരു ലൈംഗിക അവയവമില്ലാത്തൊരു ജീവിയാണ് തവള. അതിന് പകരം അതിന് ആണ് അവർ വളരെ കൃത്യമായിട്ട് ഓരോ തവളകൾക്കും ഓരോ സെക്സ് പൊസിഷനുണ്ട്. കാരണം ലൈംഗികമായിട്ട് ആ സമയത്ത് മുകളിൽ പെൺതവളയുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് അത് പല രീതിയിലാണ്. അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ആകൃതി കൊണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ എവല്യൂഷണറി റിലേഷൻ കൊണ്ടോ 6 തരത്തിലുള്ള ഇണചേരൽ രീതികളാണ് ലോകത്ത് ഇതുവരെയും കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഗവേഷണം, ഇന്ത്യയിൽ നിന്ന് നടന്ന ഗവേഷണം, ഒരു 7ാമത് ഒരു തരം ഇണചേരൽ പ്രക്രിയ ഒരു ബോംബെയിലെ നൈറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു തവളയിൽ കണ്ടെത്തി. അത് ലോകം മൊത്തവും വളരെ വിശാലമായ ഒരു ഡിസ്കഷൻ വിധേയമായ ഒരു പുതിയ ഒരു ഇണചേരൽ പ്രക്രിയയായിരുന്നു. ഇതിൽ തവളകൾ പല വെള്ളത്തിൽ വെച്ചിട്ട് മാത്രമാണോ മുട്ടയിടുന്നത്, അല്ലെങ്കിൽ അണ്ടവുമായിട്ട് ചേരുന്നത്, അത് മരങ്ങളുടെ മുകളിൽ സംഭവിക്കുന്നുണ്ടെന്ന് പറയും. ചിലപ്പോൾ പാടങ്ങളിലൊക്കെ ഇങ്ങനെ പതയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇത് തവള മുട്ടയാണെന്ന് പറയും. ചിലപ്പോൾ ഞാൻ പ്രാണികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ പലപ്പോഴും സ്പിറ്റൽ ബഗ് എന്ന് പറയുന്ന പ്രാണിയുടെ അതിൻ്റെ നിംഫിൻ്റെ ഒരു കേസ് ഉണ്ടാവുമല്ലോ പതയായിട്ട്, അതിന് നാട്ടുമ്പുറത്തൊക്കെ പലപ്പോഴും പറയുന്നത് അത് തവള മുട്ടയാണ് എന്ന് പറയും. അപ്പോൾ ഈ തവള മുട്ടകൾ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ചിലപ്പോൾ കിണറിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കിണറിൽ ഇതേപോലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ വേറെ എന്തോ പത വന്ന് വീണിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ തവള മുട്ടകളുടെ ഒരു വ്യത്യസ്ത തവളകളിൽ അതിൻ്റെ ഒരു സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ അത്തരത്തിലുള്ള മുട്ടയിടുന്നത്, അതിന് അവർ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ, അതിൻ്റെ സുരക്ഷ, അതിനെ പറ്റിയിട്ടൊക്കെ. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലാണ് തവളകൾ മുട്ടയിടുന്നത്. തവളകൾ വെള്ളത്തിൽ മുട്ടയിടും, മണ്ണിൽ മുട്ടയിടും, മരങ്ങളുടെ പൊത്തുകൾ മുട്ടയിടും, ഈവൻ ഭൂമിയുടെ അടിയിൽ മുട്ടയിടും. വളരെ ഏതാണ്ട് 4 അടിയോളം താഴ്ചയിൽ സിസിലിയൻസ് എല്ലാം മുട്ടയിടുന്നത് 3 അടി 2 അടി 3 അടി താഴ്ചയുള്ള ഹ്യൂമസ് സോയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള ഏത് ജീവികളെക്കാളും വളരെ വിചിത്രമായ മുട്ടയിടലും ഇണചേരൽ പ്രക്രിയ നടക്കുന്ന ഏക നട്ടലുള്ള ജീവികൾ ഈ പറയുന്ന വണ്ട്, പാറ്റ അതിലൊക്കെ ഉണ്ടാകും. പക്ഷേ നട്ടലുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളത് തവളകൾക്കാണ്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഏറ്റവും വലിയ മരത്തിൻ്റെ മുകളിൽ പോയിട്ട് മുട്ടയിടാനും, ഇല്ലെങ്കിൽ അവിടെ ടാഡ്പോളിനെ വളർത്തി കുഞ്ഞാക്കാനുള്ള കഴിവും, ഇതൊക്കെ വളരെ. കാരണം ഈവൻ നമുക്ക് ഏറ്റവും കൗതുകം തോന്നുന്നത് ഇന്ത്യയിലുള്ളൊരു തവള മരത്തിൻ്റെ പൊത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മരപ്പൊത്തുകളിൽ മുട്ടയിട്ടിട്ട് ആണും പെണ്ണും കൂടെ ചേർന്നിട്ടുള്ള ഇണചേരലിൻ്റെ ഭാഗമായി ഫെർട്ടിലൈസ്ഡ് ഒക്കെ ഇട്ടിട്ട് അവിടെ ആഹാരം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനില്ലാത്തതിൻ്റെ പേരിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മരപ്പൊത്തുകളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരം ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന പെൺതവളകൾ ഓരോ ദിവസവും പോയിട്ട് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഇട്ട് കൊടുത്ത് അതിനെ ഭക്ഷണമായി കൊടുക്കുക. അത് ഇന്ത്യയിൽ തവളയുണ്ട്. നമ്മൾ ഒരു മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് മേഖലകളിൽ മാത്രം കാണുന്ന മരത്തിൻ്റെ പൊത്തുകളിൽ മുട്ടയിട്ട് അവിടെ മാത്രം ജീവിക്കുന്ന ഒരു ഇനം തവളകൾ. പെൺതവള വളരെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് പോയി മുട്ട അൺഫെർട്ടിലൈസ്ഡ് ആയത് അങ്ങനെ ഒരു മുട്ട അതിനകത്ത് ഇട്ട് കൊടുത്ത് അങ്ങനെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ. അത്തരം വളരെ വിചിത്രമായൊരു. കാരണം ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും നമുക്ക് നാസിയ ബെട്രാക്കസിൻ്റെ കഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം വർഷത്തിൽ ഒരു ദിവസം മാത്രം മണ്ണിന് മുകളിലേക്ക് വരികയും ഇണചേരുകയും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും മണ്ണിനടിയിലേക്ക് പോകുന്ന വളരെ വിചിത്രമായ തവളകളുടെ രാജ്യമാണ് ഇന്ത്യ, വെസ്റ്റേൺ ഗാട്സ്, പ്രത്യേകിച്ച് കേരളം. അപ്പോൾ നാസിക ബെട്രാക്കസിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് എത്താമെന്ന് കരുതിയാണ്. എങ്കിൽ ഇപ്പോഴും തന്നെ ചോദിച്ചു തുടങ്ങാം. ഇത് ഒരു കാഴ്ചയിൽ ഒരു അശ്രീകരം പിടിച്ച ഒരു തവള എന്ന് ചിലർ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ സംസ്ഥാന തവളയായിട്ട് അതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എപ്പോഴോ ഇങ്ങനെ വന്നത് അതിന് കാഴ്ച ഭംഗിയില്ലെന്നോ, അല്ലെങ്കിൽ അത് കൊല്ലത്തിലൊരിക്കൽ വരുന്നതാണെന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ കൂടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഭംഗി എന്ന് പറയുന്നത് ആപേക്ഷികമാണെന്ന് നമുക്കറിയാം. വളരെ കൗതുകകരമായിട്ടുള്ള അതിൻ്റെ ഒരു ജീവിതം എന്തായാലും കേരളത്തിലെ പണ്ട് മുതലേ അത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പൊതു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ളൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതം ഉള്ള ഒരു തവളയെ പരിചയപ്പെടുത്തുന്നത് താങ്കൾ കൂടിയാണ്. അതിൻ്റെ ഒരു കണ്ടെത്തലും അതിൻ്റെ ഒരു ജീവിത ഘട്ടങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാൽ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നത്
നാസിയ ബട്രാക്കസ് എന്ന് പറയുന്ന, അതായത് പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ മാവേലി തവള എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ തവള എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന ഇല്ലെങ്കിൽ ഇന്ന് ഈ പറയപ്പെടുന്ന രീതിയിലുള്ളൊരു ബിജുവോ ഇല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നിലുള്ളൊരു വിശ്വാസം എനിക്ക് ഗവേഷണം ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നാസിയ ബട്രാക്കസാണ് എൻ്റെ ജീവിതമാക്കിയത്. അതൊരു കാര്യം. ഈ നാസിയ ബട്രാക്കസിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തവള നാസിയ ബട്രാക്കസാണ്. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്ത് പോയിട്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വെസ്റ്റേൺ ഗട്ട്സിലാണെന്നൊരു സയൻറ്റിസ്റ്റിനോട് സംസാരിച്ചിട്ട് ഒന്നും പറയേണ്ട ഒരു തവളയുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറയുന്നത് നാസിയ ബട്രാക്കസാണ്. ഏത് വേദിയിലും നിങ്ങൾ നാസിയ ബട്രാക്കസിൻ്റെ പടം കാണിച്ചാലും ഒരു കാരണവശാലും ഒരു പ്രശ്നമില്ലാതെ അവർ ഐഡൻറ്റിഫൈ ചെയ്യും, ഇത് വെസ്റ്റേൺ ഗട്ട്സിൽ കേരളത്തിലെ നാസിയ ബട്രാക്കസ് സഹ്യാദ്രൻസ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷ്യസ് ആയിട്ട് ഇന്ന് ആംഫിബിയൻസിൻ്റെ ഒരു അംബാസഡറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തവളയായിരിക്കും. അതിന് ഭംഗിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് ഭംഗിയുള്ള വളരെ വിചിത്രമായ സ്വഭാവവും കാഴ്ചയിലും. അതുകൊണ്ട് ഒരു തവള ദേശീയ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ദേശീയ തവളയാകണമെങ്കിൽ കൃത്യമായിട്ടും അത് വർഷത്തിൽ ഒരു ദിവസം പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരൊറ്റ ഡിസ്ക്വാളിഫിക്കേഷനിൽ, കാരണം എനിക്ക് എൻ്റെ എല്ലാ തവളകളും വളരെ പ്രിയപ്പെട്ടതാണ്. എനിക്കങ്ങനെ ഒരു തവള മാത്രം എൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നു, ബാക്കി എല്ലാ തവളകളും മോശം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ തവളകൾക്കും ഭംഗിയുണ്ടെങ്കിലും ഭംഗിക്ക് പകരം ഒരു തവളയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷ്യസ്, അതായത് ഒരാൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തവളയാണ്. ലോകത്തിൽ തന്നെ നമുക്ക് ഇന്ത്യൻ തവളകളെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ പോയി ചോദിച്ചാലും പറയും നാസിയ ബട്രാക്കസ് എന്ന് പറയും. അതായത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ജീവിത രീതിയിൽ വരുന്ന വളരെ വിചിത്രമായ ജീവിത രീതികളുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ തന്നെ 2500 മുട്ടയിടുന്ന വലിയ അങ്ങനെയുള്ളൊരു വളരെ വിശാലമായൊരു ഒരു കോറിലേഷൻ ചെയ്യാൻ പറ്റുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തവളയാണ് ഇന്ത്യയിലെ തവള. ഒപ്പം തന്നെ അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തമിഴ്നാടിൻ്റെ ചെറിയ ഭാഗങ്ങൾ, വാൽപ്പാറ പോലുള്ള ആ ഒരു ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ തവളകൾ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു തവള തന്നെയാണ് നാസിയ ബട്രാക്കസ്. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. തവളകൾ, ഉഭയജീവികൾ ഇവയെക്കുറിച്ചിട്ട് നമുക്ക് ഏറെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ സംഭാഷണത്തിൻ്റെ 2ാം ഭാഗത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.